തീരത്ത് അറേബ്യൻ തീരത്ത് അറേബ്യൻ തീരത്ത് അറേബ്യൻ തീരത്ത് ഹായ്, ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് മധുര പ്രതീക്ഷകളുമായി ഈ തീരത്ത് കാലുകുത്തിയവരുടെ കഥയാണ് അറേബ്യൻ തീരത്ത്. എല്ലാ പ്രേക്ഷകർക്കും ഈ തീരത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മറുനാട്ടിലെ കുടുംബവിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് ദുബായ് ജബലലി എന്ന് പറയുന്ന പ്രദേശത്ത് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു വളരെ പഴക്കമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ആദ്യകാലത്തെ റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നത് പാഴ്സൺസ് എന്ന കമ്പനിയിൽ, അബുദാബിയിൽ പ്രവർത്തിക്കുന്ന പാഴ്സൺസ് എന്ന കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായ ശ്രീ പ്രകാശ് മുത്തുസ്വാമിയും കുടുംബവുമാണ്. നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നതിനൊരു പ്രത്യേകതയുണ്ട്, അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സർ നമസ്കാരം. നമസ്കാരം. പാലക്കാടാണ്? അതെ, പാലക്കാട് സ്വദേശി. പാലക്കാട് എവിടെ? പാലക്കാട് കൽപ്പാത്തി രഥോത്സവം. ഇപ്പോൾ രഥോത്സവത്തിന്റെ സമയമാണ്. വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത്. കൽപ്പാത്തി എന്ന ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഈ രഥോത്സവം തന്നെയാണ്. കൽപ്പാത്തി എന്ന ഗ്രാമത്തിന്റെ ഒരു മുഖമുദ്ര തന്നെ തീർച്ചയായിട്ടും ഈ രഥോത്സവം തന്നെയാണ്. അതിനപ്പുറം ധാരാളം പ്രത്യേകതകളുള്ള ഗ്രാമങ്ങളാണ്, താങ്കൾക്ക് അറിയാവുന്നതായിരിക്കും. പാലക്കാട് ഭാഗത്ത് വളരെയധികം ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണെന്നാണ് ഞങ്ങൾ എന്തായാലും പ്രദേശവാസികളുടെ തീർച്ചയായിട്ടുള്ളൊരു വിശ്വാസം. 20 വർഷത്തോളമായി ഇപ്പോൾ ദുബായ്? അതെ, 20 വർഷത്തോളമായി. ആദ്യം വന്നപ്പോഴും ഈ കമ്പനിയിലായിരുന്നു? അല്ല, ഞാൻ വന്നപ്പോഴും ഓഫ് ഷോർ ഒരു കമ്പനിയിൽ സിസ്റ്റംസ് എഞ്ചിനീയറായിട്ടാണ് എൻ്റെ ഗൾഫ് ജീവിതം ആരംഭിച്ചത്. എന്താ ഒരു പ്രവാസിയാവാനുള്ള ഒരു കാരണം എന്താ? ഒരു എഞ്ചിനീയർക്ക് നാട്ടിൽ ജോലിയൊന്നും കിട്ടൂലേ? നാട്ടിൽ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളമാണ് നമ്മുടെ സ്വദേശം. അപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജോലി കിട്ടുമോ എന്നുള്ളത് കിട്ടാറുണ്ട്. വളരെ ചുരുങ്ങിയൊരു ശതമാനം ജനങ്ങൾക്ക് ജോലി കിട്ടാറുണ്ട്. ഞാൻ എൻ്റെ എൻജിനീയറിംഗ് ജീവിതം ബോംബെയിൽ ആരംഭിച്ചു. പിന്നെ എല്ലാ മലയാളികൾക്കും കേരളീയർക്കും ഉള്ളൊരു ഗൾഫിനോടുള്ളൊരു ആകർഷണം എനിക്ക് തീർച്ചയായിട്ടും പിടിപെട്ടു. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടിയാണ് അതിൽ നിന്ന് മോചിതനായത്. അതെ, ഇവിടെ വന്നു, അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മോചിതനായി എപ്പോഴാണ് നാട്ടിലേക്ക് പോകുക എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോഴുള്ളത്. അല്ല, ഇവിടെ വന്നപ്പോൾ നാട്ടിൽ തിരിച്ചു പോയാൽ മതി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ രാജ്യത്തെ വളരെ വളരെ അധികം മാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു നല്ലൊരു വിജയകരമായിട്ട് നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കാൻ UAE രാജ്യത്തിനുള്ളൊരു പങ്ക് വളരെ വലിയൊരു പങ്കാണ്. അതുകൊണ്ട് ഇവിടെ വന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. അതായത് UAE കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് മാറി, ഒരു കൾച്ചറലി തീരെ ഒരു വ്യത്യാസം അനുഭവപ്പെടാതെ നമുക്ക് വളരെയധികം സന്തോഷത്തോടെയും ഇവിടെ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം UAE ഭരണകർത്താക്കൾ അനുവദിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതിൽ പരമാവധി സന്തോഷം അനുഭവിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിൽ ദുബായ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ വളർച്ചയുടെ നല്ലൊരു ഭാഗം വീക്ഷിക്കാനും ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ വളരെ വളരെ അധികം കൃതാർത്ഥനാണ്, സാറ്റിസ്ഫൈഡ്. ഇനിയിപ്പോൾ എക്സ്പോ 2020 വരുമ്പോഴേക്കും അതും തീർച്ചയായിട്ടും അത് ദുബായിയുടെ ഇനിയും ഉന്നമനത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിലും UAEക്ക് ഒരു പങ്കുണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് UAE വളരെ നല്ല രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ ജീവിക്കാൻ നല്ലൊരു ഭാഗം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ ദുബായിലെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, ജീവിത രീതി എന്ന് പറയുമ്പോൾ അധ്വാനം ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു തിളങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചുള്ളത്, ഇവിടെ നിന്ന് വന്നിറങ്ങുന്ന മലയാളികളുടെ. പക്ഷേ യഥാർത്ഥം അതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമാണെന്ന് ഈയിടയ്ക്ക് വന്ന
പല മലയാള സിനിമകളിൽ നിന്നും മറ്റുമൊക്കെ അറബിക്കഥ പോലെയുള്ള കഥകളിൽ നിന്ന് നമുക്ക് സത്യാവസ്ഥ കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം പല വശങ്ങളും എല്ലാവിടെയും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. നിയമത്തിന് നമ്മൾ ഉൾപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇവിടെ പറ്റും. സാർ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്? അതെ അതെ. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി? അതെ, എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയാണ്. അതിൽ ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന അതാണ് തന്നെ എൻ്റെ ഒരു മേഖല. അബുദാബി ഗവൺമെൻറ്റിന് വേണ്ടി ഉള്ള പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ ഒരു വർക്കിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഒരു 2 ദശാബ്ദമായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പേര്? നിരഞ്ജൻ. എന്തോ? നിരഞ്ജൻ. അതിന് ഞാനെന്ത് വേണം? നിരഞ്ജൻ്റെ ഹോബി എന്താണ്? ക്രിക്കറ്റോ? ക്രിക്കറ്റ്. ആരാ ഫേവറേറ്റ് പ്ലെയർ? ശിഖർ ധവാൻ. ആരാ? ശിഖർ ധവാൻ. വേറെ ക്രിക്കറ്റ് കളിക്കാരനാണോ? ആണോ? ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്തു അല്ലേ? അപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അവിടേക്കാണോ ശ്രമം? ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ? ബാറ്റിംഗ് ആണ്. അടിച്ച് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കോച്ചിങ്ങിന് പോകുന്നുണ്ടല്ലേ? എവിടെയാണ് പോകുന്നത്? ക്രിക്കറ്റ് അക്കാഡമി. അവിടെ നന്നായിട്ടൊക്കെ കോച്ചിങ് ഉണ്ടോ? ബാറ്റൊക്കെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തോ ചേട്ടാ ക്രിക്കറ്റ് കളിക്കുന്നത്? നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ മടലെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, തെങ്ങിൻ്റെ. അത് വെച്ചിട്ടാണ് പിള്ളേർ കളിക്കുന്നത്. അതിന് വെയിറ്റ് കുറവാണ്. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഫോർത്തിലായി. അതിനൊന്നും ഒരു കുറവില്ല. ഓക്കെ, ശരി ശരി ശരി. പഠിത്തമാണോ ക്രിക്കറ്റാണോ ഏറ്റവും നല്ലത്? ഒന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫൈനൽ എക്സാമും ഒരു ക്രിക്കറ്റ് മാച്ച് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഏതിന് പോകും? സാറ് കഷ്ടപ്പെടുമല്ലോ സാർ. പഠിത്തമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് പോകാം, മുമ്പോട്ട് പറയാൻ പറ്റും. ശരി ശരി. മോളുടെ പേരെന്താ? ശ്രേയ. പാട്ട് പാടുമോ? ഇല്ല. പിന്നെ ശ്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ശ്രേയ ഘോഷാലിനെയാണ് ഓർമ്മ വരുന്നത്. വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ? വായിക്കും, കുറച്ചൊക്കെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം എന്താ പഠിക്കുന്നത്? 9th. ഏത് സ്കൂള്? JSS പ്രൈവറ്റ് സ്കൂൾ. ഇവിടെ വേറെ ചില പ്രത്യേകതകൾ ഞാൻ ഇടയ്ക്ക് അറിഞ്ഞല്ലോ. പാലക്കാട് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടെ എല്ലാം കറങ്ങി നടന്നുവെന്നും ചവർ ഫാക്ടറിയിലൊക്കെ കയറി ഇറങ്ങിയെന്നും അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു എന്നും. എന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞ്? ഞാൻ സ്കൂളിൽ ഈ എൻവയറൺമെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ നാട്ടിൽ എന്താ നടക്കുന്നതെന്നൊക്കെ കണ്ട് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ പോയത്. കണ്ടപ്പോൾ കുറേ ചവറൊക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടായിരുന്നില്ല കാണാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാഗ്രഹം തോന്നി അവരെ സഹായിക്കണം. അവർ ചെയ്യുന്ന രീതിയും നല്ല രീതിയൊന്നും ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത്. ഒത്തിരി പോക്കറ്റ് മണി ഉണ്ടോ? കുറച്ച് എനിക്ക് തരാനൊക്കെ കാണുമായിരിക്കും അല്ലേ? ശരി ശരി. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ കുറച്ച് കാശ് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്തു അവിടെ? അവിടെ ഞാൻ അവിടുത്തെ രീതികളൊക്കെ സ്റ്റഡി ചെയ്തൊരു പ്രോജക്റ്റ് പോലെ ആക്കി സ്കൂളിന് അത് സബ്മിറ്റ് ചെയ്തു. അതിന്റെ ഒരു വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തല്ലേ? അതെ, വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതൊന്ന് കാണണം. Our world and our environment are confronted with massive challenges of greenhouse gases and global warming. One of the most significant aspects of the problem is the amount of wastes we produce and how we mismanage and harm our environment. Our coming generations will, at this rate, be denied their right to live. I submit my small study as a wake-up call to all youngsters the world over. The wastes we generate and dump as plastics, electronic, automobile, industrial, and organic wastes are beyond our wildest imaginations.
Do you know that we waste about 40% of our food produce and yet struggle to end poverty and hunger? This day and age, does this not defy logic? In developing countries, challenges are many. Too much trash and not enough money to manage. Impact on the lives of people living nearby and unskilled workforce, to name a few. The best way to manage wastes is to not have them. Do everything you can to avoid wastes. Reduce, 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 and then recycle. Disposal will always be a problem we can do without. That area is the raw garbage collection area, which is a huge land area. Such piles of wastes can spread diseases and make hazardous conditions due to gases released. You can see that big stones from the compost are being removed by hand. Bigger objects roll down the conveyor for removal. Gravel-size objects are removed in this stage. Manual sorting, coarse filtration and fine filtration are thus the 3 stages of treatment after composting. See that the workers are not equipped with gloves or footwear. Here, the fertilizer is filled in bags and made ready for shipment. The workers were interviewed and they said that injuries do happen, but they are not really equipped with hand gloves or shoes or other protective equipment. The municipal secretary from Palakkad municipality in Kerala addressed the workers of the solid waste management plant and said that while most people would hesitate to come into the plant, Shreya Prakash, a young 9th grade student from the Gulf, has not only come to the plant but studied the problems faced in solid waste management as a project. She has also shown compassion to provide personal protection equipment for the workers from her pocket money. The workers put their hands together in appreciation of Shreya and thanked her. ഈ ശ്രേയ എന്ന് പറഞ്ഞ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ഉത്തേജനം ഉണ്ടാവാൻ കാരണം അവർ കൽപ്പാത്തി ബേസ്ഡായിട്ടാണ് അവർ താമസിക്കുന്നത്. കൽപ്പാത്തിയിലാണ് അവരിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഗൾഫിലാണ്. ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റ് സന്ദർശിക്കുകയും അവരുടെ താല്പര്യത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ട് അവർ നിങ്ങൾക്ക് 16 പേർക്കുമുള്ള ഗംബൂട്ടും ഗ്ലൗസും അതുപോലെ മാസ്കും അവർ സപ്ലൈ ചെയ്തിരിക്കുന്നു. കുമാരി ശ്രേയ പ്രകാശിനെ നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഭിനന്ദിക്കാം.
I was very happy to see that everything was being sorted and done well, thanks to the councillor. But one thing I was upset about was the hygienic level was very low. The workers here weren't having gloves, boots, etc. And I really wanted to help them. So ശ്രേയ മിടുക്കിയാണല്ലോ. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലെ ചിന്തകളാണ് ഇപ്പം നമ്മൾ കണ്ട ഈ വിഷ്വൽസ്. ഞാനും ഏറെക്കുറെ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ വലിയ വയസ്സായി, 9ാം ക്ലാസ്സൊന്നും അല്ല. ഞാൻ എൻ്റെ TV പ്രോഗ്രാമുകളിലൊക്കെ ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെയൊക്കെ മുന്നിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ, അതും ഇവിടെ ദുബായിൽ പഠിച്ചിട്ട് നാട്ടിൽ വന്ന് ഇത് ചെയ്തപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ്? ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് അച്ഛൻ, അമ്മ, വലിയച്ഛൻ, മുത്തശ്ശൻ, അവരൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്? എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്ന ടൈമിലാണ്. ഓക്കെ. എന്നിട്ട് അവിടുത്തെ ചേച്ചിമാരെന്ത് പറഞ്ഞു? ചേച്ചിമാർക്കൊക്കെ ഇത് കണ്ടിഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അവരൊക്കെ എന്ത് പറഞ്ഞു? അവർക്ക് എൻ്റെ വർക്കിനെ അഭിനന്ദിച്ചു. ഒരുപാട് ഇഷ്ടമായി. അവർ എനിക്ക് ഒരു അപ്രിസിയേഷൻ ലെറ്ററൊക്കെ തന്നു. സ്കൂളിൽ കൊടുത്തപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻ്റ് ഒക്കെ കൈയടി മേടിച്ചു. സ്കൂളിൽ അസംബ്ലിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാപ്പി. മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തലസ്ഥാനത്തിലൂടെ ഒന്ന് വരണം, എന്നിട്ട് അവിടത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങൾ തലസ്ഥാനത്തിൻ്റെ അവസ്ഥ. അവിടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അത് എങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒഴുകി പോവും, ഏതെങ്കിലുമൊക്കെ ജീവികൾ കൊത്തി തിന്നും, അത്രയേ ഉള്ളൂ. വേറെ ശാസ്ത്രീയമായ ഒരു മാലിന്യ നിർമ്മാർജ്ജനം ഇല്ല. ഓക്കെ, എന്തായാലും നല്ല കാര്യം. ഇനി അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ മൊബൈൽ വെച്ച് കളിച്ചിട്ട്. പുണ്യ മാഡം, എന്താ പേര്? പ്രീത. എത്ര നാളായി ഇവിടെ എത്തിയിട്ട്? 18 കൊല്ലം. അല്ലെങ്കിൽ എത്ര നാളായി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട്? 18 വർഷമായി. 18 കൊല്ലമായി. ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. വീട്ടമ്മ തന്നെ? വീട്ടമ്മയാണ്. പാലക്കാട് തന്നെ? സ്വദേശം പാലക്കാടാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ തിരുവനന്തപുരം. ഞങ്ങളുടെ നാട്ടുകാരിയാണ്. എവിടെ? തിരുവനന്തപുരത്ത് തൈക്കാട്. അത് ശരി, വളരെ അടുത്ത്. അപ്പോൾ തിരുവനന്തപുരം പാലക്കാടും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? എവിടെയോ വെച്ച് കണ്ടുമുട്ടി, അല്ലെ? കണ്ടുമുട്ടേണ്ടി വന്നു. അതെ. ഓക്കെ. വന്നിട്ട് ജോലിയൊന്നും ചെയ്തില്ല? അല്ല, ആദ്യം കുറച്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അതിന് ശേഷം കുട്ടികളുടെ കാര്യങ്ങളിലേക്ക്. അതെ. ഈ ശ്രേയയുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ കുറിച്ച് എന്താണ്? നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അവൾക്ക്. എൻവയോൺമെന്റ്, പൊല്യൂഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റഡി ചെയ്ത് ചെയ്യണമെന്നുള്ള. അപ്പം നാട്ടിൽ പോയ സമയത്താണ് അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയി വിസിറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഇപ്പം ഈ ചാരിറ്റി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം, നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു വിഹിതം എന്നൊരു ഒരു ചിന്ത മനസ്സിൽ തോന്നണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയല്ലേ തോന്നാൻ സാധ്യത ആദ്യം. കഴിഞ്ഞ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തുനിന്ന് തോന്നിയേക്കാം. എവിടെ നിന്നാണ് ആദ്യത്തെ ചിന്ത വരുന്നത്? ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ചാരിറ്റി ചെയ്യാറുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട്. ഫാമിലി, നാട്ടിലുള്ളവരും ചാരിറ്റി, ഫാമിലി ട്രസ്റ്റ് തന്നെയുണ്ട്. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ പോകാറുണ്ട്, എല്ലാ കൊല്ലം പോകാറുണ്ട്. അവിടെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ നാട്ടിൽ? ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഉണ്ട്, കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും ഇപ്പോൾ കമ്മ്യൂണിക്കേഷനുള്ള ഫ്രണ്ട് ആരാണ് നാട്ടില്? തിരുവനന്തപുരത്തുള്ള 2-3 കൂട്ടരുണ്ട്. എന്നാലും ഒരാളുടെ പേര് പറ. ഒരാള് അഞ്ജു, മേരി, മിനി. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ TV കേൾക്കും. ശരി. എക്സ്ട്രാ എന്തെങ്കിലും സമയം പോകാനായിട്ടുള്ള എന്തെങ്കിലും അസോസിയേഷൻ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഉണ്ട്. എന്താണത്? ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ഉണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. സോഷ്യൽ കോസസിനും ചാരിറ്റബിൾ കോസിനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ശ്രേയയുടെ ഈ ചാരിറ്റി ആയാലും അല്ലെങ്കിൽ ഇത്തരം എൻവയോൺമെൻറ്റിനോടുള്ള ഒരു സ്നേഹം ഒക്കെ, അതിനോടൊക്കെ സാറ് അച്ഛനെന്ന നിലയിൽ?
തീർച്ചയായിട്ടും വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ലോകം പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വെസ്റ്റേൺ ബേസിൽ കേൾക്കുന്ന ഇത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മലയാളത്തിൽ ആഗോളതാപനം. അപ്പോൾ അതൊരു ശരിക്കും യങ്ങർ ജനറേഷൻ അറിഞ്ഞിപ്പോൾ നമ്മളൊക്കെ അതിനെക്കുറിച്ച് വായിക്കാറുണ്ട്, പറയാറുണ്ടെന്നല്ലാതെ പ്രവർത്തിക്കാറില്ല. നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വെറുതെ ഒരു ക്രിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും നമുക്ക് രാത്രി ലൈറ്റ് ഇട്ട് ക്രിക്കറ്റ് കളിക്കാനാണ് താല്പര്യം. എനർജി സേവ് ചെയ്യണം. വിദ്യുച്ഛക്തി ഇല്ലാത്ത രാജ്യത്തിലുള്ളവരാണെങ്കിൽ പോലും നമുക്ക് വേസ്റ്റിനോടാണ് താല്പര്യം കൂടുതൽ. വേസ്റ്റ് കുറയ്ക്കാൻ താല്പര്യം കുറവാണ് നമുക്ക് പൊതുവെ. അടുത്ത ജനറേഷനിലെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അങ്ങനെ ആവട്ടെ എന്ന് അതുകൊണ്ട് ശ്രേയയ്ക്കും അതിലൊരു താല്പര്യം കണ്ടു. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ശ്രേയയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വക എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, പക്ഷേ ഞങ്ങൾ ഏത് മറുനാട്ടിലെ വീട്ടിൽ പോയാലും മലയാള ഭാഷ കൃത്യമായിട്ട് നിങ്ങൾ കൈവിട്ടിട്ടുണ്ടോ, അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊരു വാചകം പറയിപ്പിക്കും. അത് തെറ്റുകൂടാതെ പറയണമെന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. സമ്മതിച്ചോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? തെറ്റാതെ 2-3 പ്രാവശ്യം പറയണം. ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരൽ ഉരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ചരലുരുളുമ്പോൾ മണലുരുളുമോ? ശരിയാണല്ലോ പറഞ്ഞത്. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളുമോ? ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളുമോ? ഇരുന്നാലും ആളും എടുക്കാൻ തന്നെ കേട്ടോ. ചുമ്മാ കൂനിക്കൂടി ഇരിക്കുന്നെങ്കിലും സംഭവമൊക്കെ ഓക്കെ വരുന്നുണ്ട്. സാറൊന്ന് പറഞ്ഞു. ഇപ്പൊ സാറായിരിക്കും തെറ്റിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു. ചരൽ ഉരുളുമ്പോൾ മണലുരുളുമോ? ചരൽ ഉരുളുമ്പോൾ മണലുരുളുമോ? ചരൽ ഉരുളുമ്പോൾ മണലുരുളുമോ? തെറ്റിക്കുന്നില്ലല്ലോ, എല്ലാവരും ഓക്കെ ആയിട്ട് പറയണല്ലോ. എന്തായാലും വളരെ സന്തോഷം. ഫ്രീ ആയിട്ട് കുറച്ച് സമയം നിങ്ങളെ കുറിച്ച് അറിയുക, നിങ്ങളുടെ ഇവിടുത്തെ മറുനാട്ടിൽ മലയാളികളുടെ സന്തോഷത്തിൽ അല്പസമയം ഒരു 10 മിനിറ്റെങ്കിലും അത്രയും ഭാഗഭാക്കാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ശ്രേയയുടെ ഈ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങളിവിടെ വരേണ്ടതായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ സമ്മാനം തരുന്നുണ്ട്. ഇത് ബെല്ലോ ബസ് റെൻ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിങ്ങൾ സാർ കേട്ടിട്ടുണ്ടാകും, വാഹന സംബന്ധമായ ഏതാവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന സ്ഥാപനം. വലിയ വാഹനങ്ങൾ തുടങ്ങി ചെറിയ വാഹനങ്ങൾ, ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബെല്ലോ ബസ് നമുക്ക് നൽകുന്നത് ഒരു ദോ ക്രൂസ് ഡിന്നറിൻ്റെ കൂപ്പണാണ്. ഒരു ക്രീക്കിൽ ഒരു ദിവസം പോയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഒരു ഡിന്നർ കഴിക്കുക. അവിടെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വഴക്കിടാൻ നിൽക്കരുത്, അതൊക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ. ഈ സ്വപ്ന നഗരിയിൽ സ്വപ്നങ്ങളില്ല. ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുബായിൽ എല്ലാം യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഈ യാഥാർത്ഥ്യങ്ങൾ കാണുവാനും ആസ്വദിക്കാനും അത്ഭുതപ്പെടുവാനും അറേബ്യൻ തീരത്ത് ഇനി അടുത്ത ആഴ്ച. അതിനുമുമ്പ് ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങളും നേടാൻ മറക്കരുത്. അറേബ്യൻ തീരത്തിന് അത് അത്യാവശ്യമാണ്. ഇനി അടുത്ത ആഴ്ച.